എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സർക്കിൾസ് എന്നുള്ള അധ്യായം കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി എന്താ വേണ്ടത്? നമുക്ക് റിവിഷൻ വേണം. അപ്പോൾ ഞാൻ ഇവിടെ വിശദമായിട്ടുള്ള ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. 2 മാർക്ക്, 3, 4, 5 മാർക്കിൻ്റെ ഓരോ സെറ്റായിട്ടുള്ള ചോദ്യങ്ങൾ ആണ് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കണം, ആൻസറും അതുപോലെ തന്നെ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് റിവിഷനിലേക്ക് കടക്കാം. അപ്പോൾ റിവിഷനിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് സർക്കിൾസിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയാസും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നന്നായിട്ട് അത് മനസ്സിലാക്കിയിരിക്കണം, പഠിച്ചിരിക്കണം. എന്തൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെയാ? വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. ആംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. Angle in an arc is half the measure of central angle of its opposite arc. Sum of opposite angles of a cyclic quadrilateral is supplementary. പിന്നെ പറയുന്നുണ്ട്, പറഞ്ഞോളൂ എന്താണ്? പിന്നെ എന്താണ്? If we draw a triangle with 2 sides as the radius, then it is an isosceles triangle. അങ്ങനെ പല പ്രോപ്പർട്ടീസ് നമ്മൾ ആ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചുപോയി. അതുകൊണ്ട് അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഈ റിവിഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എൻ്റെ കൂടെ വരാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യുന്ന എല്ലാം 2 മാർക്ക് ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ തരക്കാർക്കും ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളായിരിക്കും. ആരും അത് വിട്ടുകളയേണ്ട കാര്യമില്ല. വളരെ എളുപ്പം ചെയ്യാം. ഈ ബേസിക് ഐഡിയാസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ടായാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. ഞാൻ ബോർഡിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ആംഗിൾ സി എ ഡി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ആംഗിൾ സി എ ഡി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഫൈൻഡ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ എ സി ഡി. അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? എ സർക്കിൾ ഈസ് ഡ്രോൺ. പിന്നെ എന്തുണ്ട്? എ ഡയമീറ്റർ എ സി. എ സി ഇസ് എ ഡയമീറ്റർ. എ സി ഇസ് എ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം കൊണ്ട് ചാടി ഇങ്ങോട്ട് വരണം. എന്താണ്? എ സി ഇസ് എ ഡയമീറ്റർ. ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഒരു ഡയമീറ്റർ, ഒരു വ്യാസം സർക്കിളിനെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു. ഓരോ പാർട്ടിനെയും വിളിക്കുന്ന പേരെന്താണ്? പറഞ്ഞോളൂ. യെസ്, എന്താണ്? സെമി സർക്കിൾ. അപ്പോൾ അവിടെ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. കണ്ടോ? അപ്പൊ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഐഡിയ കിട്ടണം. എന്താണ്? ഒരു ഡയമീറ്റർ വരച്ചു. ദെൻ 2 ആംഗിൾസ് ആർ ദെയർ. Angles in a semicircle is right angle. So these 2 angles are 90 degree. These 2 angles are 90 degree. Okay. അത് 2 ആംഗിളും 90 ഡിഗ്രിയാണ്. ഇനി then in the figure ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആംഗിൾ സി എ ഡി is equal to 40 degree. Angle CAD, that is 40 degree. So one angle is given. Angle CAD is equal to 40 degree. അത് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ മറ്റ് 2 കാര്യങ്ങൾ വേഗം എഴുതി. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്നെഴുതി. 90. ഓക്കെ. ഇനി നമുക്ക് എന്താണ് ആൻസർ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ. ഒന്നാമത്തെ ഫൈൻഡ് ആംഗിൾ ബി. ആംഗിൾ ബി എത്ര? ആംഗിൾ ബി നമ്മൾ കണ്ടുവച്ചിരിക്കുകയാണ്. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഫസ്റ്റ് വൺ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ എഴുതണം. വട്ട് ഈസ് ദ റീസൺ? യെസ്, ആംഗിൾ ഇൻ എ, യെസ് പറഞ്ഞോളൂ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. Semicircle is 90 degree. So angle B is equal to 90 degree. Then next, angle ACD. Find angle ACD എന്നാണ് അടുത്തത്. Angle ACD എവിടെ? ആംഗിൾ എ സി ഡി. ഒരു ആംഗിളിന്റെ പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എ സി ഡി എന്ന് പറയുമ്പോൾ എ തുടങ്ങുക, സി എന്നെടുക്കത്ത്, ഡി മൂന്നാമത്തെ. ഓക്കെ. അങ്ങനെ തന്നെ ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞാൽ എ സി ഡി ഇങ്ങനെ തന്നെ വരണം. ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞാൽ ഡിയിലോ എയിലോ പറയരുത്. ആംഗിൾ എ സി ഡി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തമായിട്ട് പറയരുത്. ഓക്കെ. ആംഗിൾ എ സി ഡി. അപ്പോൾ ഇതാണ് ആംഗിൾ എ സി ഡി. ഈ ആംഗിള് എത്രയെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് 40 ആണെങ്കിൽ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞു. യെസ്. എന്തുകൊണ്ടാണ്? സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാംഗിൾ ഈസ് 180 ഡിഗ്രി. ഒരു ട്രയാംഗിളിലെ സം ഓഫ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. ദീസ് 2 ആംഗിൾസ് ആർ 90 and 40. ഫൈൻഡ് ദ റിമൈനിങ് ആംഗിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ട്രയാംഗിളിൽ നമുക്ക് വേണമെങ്കിൽ ഫിഗർ വരച്ചു വെച്ചിട്ട് കാണിക്കാട്ടോ. പല രീതിയിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാം. 40, ഇത് 90 ആണ്. ദെൻ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഏത്? സി. ആംഗിൾ എ 3 പേര് പറഞ്ഞാൽ എ സി ഡി. ആംഗിൾ എ സി ഡി ഈസ് ഈക്വൽ ടു എങ്ങനെ കാണുമെന്ന് പറഞ്ഞോളൂ മക്കളെ. 180യിൽ നിന്ന് 40 പ്ലസ് 90 മൈനസ് ചെയ്യുക. 40 പ്ലസ് 90 മൈനസ് ചെയ്യുക. 180യിൽ നിന്ന് 90 40 കൂടി ആഡ് ചെയ്തെടുക്കണം. എത്രയാണ്? 130 മൈനസ് ചെയ്യുക. എത്ര? 50 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 50 ഡിഗ്രി. സംശയമുണ്ടോ? 50, 40, 90, 90, 180. സോ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ ആൻസേർഡ്. അത് കംപ്ലീറ്റ് ആയി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. Then angle AOC is equal to 100 degree. Given that angle AOC is equal to 100 degree. Angle AOC 100 degree. Find the angle ABC. അപ്പോൾ ഇവിടെ ആംഗിൾ AOC ഈ ചിത്രം കാണുമ്പോൾ ഉടനെ നമ്മുടെ കയ്യിലേക്ക് വരേണ്ട കാര്യങ്ങളുണ്ട്. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നോക്കുന്നതിന് മുമ്പേ ഇത് 100 ആണെങ്കിൽ ഇത് 50 എന്നൊക്കെ എഴുതി വെക്കാം. ഓക്കെ അല്ലേ? ഇത് 50 എന്ന് എഴുതി വെക്കാം. ഇത് 50 ആണെങ്കിൽ ഇത് 130 എന്ന് എഴുതി വെക്കാം. കണ്ടോ? ഈ കാര്യങ്ങൾ ടപ്പേന്ന് എഴുതി വെക്കാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ആംഗിൾ AOC is equal to 100 degree. ആംഗിൾ AOC is equal to 100 degree. ഫൈൻഡ് ആംഗിൾ ABC. നമ്മൾ കണ്ടുവച്ചിരിക്കുക അല്ലേ? നിങ്ങൾ കണ്ടുവച്ചിരിക്കുക. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതിലേക്ക് പോകാം. ആംഗിൾ D is equal to 100ന്റെ പകുതി 50 degree. റീസൺ എന്താണ്? റീസൺ എഴുതണേ. റീസൺ എന്താണ്? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. അത് എഴുതണം, ബ്രാക്കറ്റിൽ എഴുതണം. ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഓക്കെ. ദെൻ ആംഗിൾ B ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് 50 ആണെങ്കിൽ ഇത് 130. 180 മൈനസ് 50 ആണ് 130 കിട്ടുന്നത്. എന്തുകൊണ്ടാണ് പറഞ്ഞോളൂ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം നമ്മൾ പഠിച്ചാണ്. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി. അപ്പോൾ ഇവിടെ റീസൺ എഴുതണം. എന്താണ്? ഒന്നുകിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ തിയറം എന്ന് എഴുതുക, അല്ലെങ്കിൽ എന്തെഴുതുക? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് സപ്ലിമെന്ററി എന്ന് എഴുതുക. അപ്പോൾ ഇതിന്റെ ആൻസറായി. മനസ്സിലായാലോ? ബ്രാക്കറ്റിലെ റീസൺ എഴുതണേ. ഇതൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ, കൊച്ചു 2 കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ BAC is equal to 35 degree. BAC is equal to 35 degree. Then find angle BDC and angle ADC എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ, ഈ ഫിഗർ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ വരേണ്ട കാര്യങ്ങൾ എന്താണ്? ഈ ചിത്രത്തിലുള്ളത് എന്താണ്? വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ഇൻ ആൻ ആർക്ക്. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. അതാണ് ഇവിടെ വരുന്നത് അല്ലേ? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. AB ഈസ് എ ഡയമീറ്റർ. കണ്ടോ? ഡയമീറ്റർ എന്ന് കണ്ടാൽ ഒട്ടനെ പറയുക. ഏത് പറയുക? 90 ഡിഗ്രി എന്ന് പറയുക. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ പറയാം? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ 90 ഡിഗ്രി എന്നുള്ളത് ADB. ഇവിടെ ഒരു 90 വരുന്നുണ്ട്. കണ്ടോ? ഇവിടെ ഒരു 90 വരുന്നുണ്ട്. വീണ്ടും ACB ഇവിടെ ഒരു 90 വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ദെൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? വി ക്യാൻ ഡ്രോ മെനി ആംഗിൾസ് ആൻഡ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എയിൽ തുടങ്ങി ബിയിൽ തുടങ്ങി സിയിൽ അവസാനിക്കുന്ന ആംഗിൾ BAC, BDC, BEC, BPC, BQC എല്ലാം സെയിം ആണ്. പക്ഷെ എന്തായിരിക്കണം? ഇൻ ദ സെയിം സെഗ്മെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു. സെയിം സെഗ്മെന്റ് ആണെങ്കിൽ എല്ലാം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ BAC ആംഗിൾ BAC 35 ഡിഗ്രി ആണ്. അതുകൊണ്ട് BAC 35 ആയത് BDC എത്ര? ആംഗിൾ BDCയും എത്ര തന്നെ? 35 തന്നെ. ആംഗിൾ BACയും BDCയും സെയിം ആണ്. ബ്രാക്കറ്റിൽ റീസൺ എഴുതണം. എന്താണ് റീസൺ? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. അപ്പോൾ BDC BAC കണ്ടോ? എങ്ങനെയായിരിക്കണം? സെയിം സെഗ്മെന്റ് ആയിരിക്കണം. ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ സെയിം ആയിരിക്കും. ബിയും സിയും ഇവിടെയും ബിയും സിയും. നടുക്കത്തെ അക്ഷരം എന്തായിരിക്കണം? വേറൊരു പോയിന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? ആ ആർക്കിൽ വേറൊരു പോയിന്റ് ആയിരിക്കണം. സെന്റർ ആയി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള. ഇനി നമ്മുടെ ചോദ്യം ഫൈൻഡ് ആംഗിൾ BDC എന്നാണ്. BDC എവിടെ? BDC അതല്ലേ കണ്ടുപിടിച്ചത്? BDC കിട്ടി. അതിന് കാരണം എഴുതി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആംഗിൾ ADC കാണണം. ADC ഇതാണ് കാണുന്നത്. അപ്പോൾ BDC ഇവിടെ നമുക്ക് 35 എന്ന് കിട്ടി. അപ്പോൾ BDC എത്രയായിരിക്കും എന്ന് മനസ്സിലായല്ലോ? 90 + 35 അല്ലേ മക്കളെ? അല്ലേ? BDC ADC കണ്ടോ? ADC കാണണം. അപ്പോൾ ADC കാണുന്നതിന് മുമ്പ് ആംഗിൾ ADB 90 എന്നുള്ള കാര്യം എഴുതുക. ആംഗിൾ ADB 90 എന്ന് എഴുതുക. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. റീസൺ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. സോ ആംഗിൾ ADC ഈസ് ഈക്വൽ ടു 90 + 35 125 ഡിഗ്രി. കണ്ടോ? ADC ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി. ശരി, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 4. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഡ്രോൺ. Quadrilateral ABCD is drawn and a diagonal BD is also drawn. കണ്ടോ? ഫിഗർ കണ്ടല്ലോ. ഈ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് BD ആസ് ഡയമീറ്റർ,
ബി ഡി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് എ ആൻഡ് സി. എ സി എന്നീ രണ്ട് പോയിന്റ്സിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? കൂടാതെ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ആംഗിൾ സി = 100 ഡിഗ്രി എന്നൊരു കാര്യം കൂടെ ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ സി = 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രിയിലുള്ള പോയിന്റ്, ആ വേർട്ടെക്സ് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഇഫ് ദ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ദെൻ ദ വേർട്ടെക്സ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ എന്നും, ലെസ് ദാൻ 90 ആണെങ്കിൽ സർക്കിളിന് പുറത്ത് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ബി ഡി ആസ് ഡയമീറ്റർ, ബി ഡി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു പോയാൽ എന്ത് പറ്റും? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സോ എ ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ. അപ്പോൾ വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് എ? എ വിൽ ബി ഓൺ ദ സർക്കിൾ. റീസൺ ബ്രാക്കറ്റിൽ എഴുതുക. എന്താണ്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതാണ് അതിന്റെ കാരണം. കണ്ടോ, എ 90 ഡിഗ്രി ആയതുകൊണ്ട് ഓൺ ദ സർക്കിൾ. ദെൻ സി, വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് സി? സി എവിടെയായിരിക്കും എന്നാ പറഞ്ഞത്? സി അകത്തായിരിക്കും. സി പൊസിഷൻ ഓഫ് എ വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ. സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90, ആംഗിൾ സി ഗ്രേറ്റർ ദാൻ 90 ആണ് 100 എന്ന് പറയുന്നത്. അതുകൊണ്ട് പോയിന്റ് സി വിൽ ബി ഇൻസൈഡ് ദ സർക്കിൾ, സർക്കിളിന് അകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു, 4th കഴിഞ്ഞു. ഇനി നമുക്ക് 5th പോവാം. 5th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയ മക്കളെ, എന്താണ് കാണുന്നുണ്ടല്ലോ? ഇഫ് ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി, ആംഗിൾ എ ഒ ബി 80 ഡിഗ്രി ആണ്. ഫൈൻഡ് ആംഗിൾ ഒ സി ബി ആൻഡ് ഒ ബി സി. ഇതാണ് ചോദ്യം. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് ചാടി ഓരോ കാര്യങ്ങൾ എഴുതാം. ആംഗിൾ എ ഒ ബി 80 ആണ്. ആംഗിൾ എ ഒ ബി 80. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ എന്ത് പറയാം? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഇറ്റ്സ് ഓപ്പോസിറ്റ് ആർക്ക്. ഒരു ആംഗിളിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആംഗിളിന്റെ മെഷർ ഓപ്പോസിറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അപ്പോൾ ഇവിടെ 80 ആണ്. വേഗം എഴുതിക്കുക. ഇവിടെ എത്ര? 40. വേഗം എഴുതാം. ഇനി അടുത്ത കാര്യം, ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം, ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ വിത്ത് 2 ഓഫ് ഇറ്റ്സ് സൈഡ്സ് ആസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്ന 2 വശങ്ങളുള്ള ഒരു ട്രയാങ്കിൾ വരച്ചാൽ ദാറ്റ് ട്രയാങ്കിൾ വിൽ ബി an isosceles triangle. ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. കൂടാതെ ബേസ് ആംഗിൾസ് ഓഫ് an isosceles triangle ആർ ഈക്വൽ. ഇതിന്റെ ബേസ് ആംഗിൾസ് 40, ഇവിടെയും 40 ആയിരിക്കും. കണ്ടോ, ഇത് 80, ഇതിന്റെ ഹാഫ് ഓഫ് 40, ഇതും 40 ആയിരിക്കും. ഇത് എത്രയാണെന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ആംഗിൾ ഒ സി ബി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് 80 ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. റീസൺ ബ്രാക്കറ്റിൽ എന്താണ്? ആംഗിൾ ഇൻ ആൻ ആർക്ക് ഈസ് ഹാഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ഓപ്പോസിറ്റ് ആർക്ക്. ഇവിടെ വരണം, ബ്രാക്കറ്റിൽ വരണം, നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ്, ആംഗിൾ ഒ ബി സി എങ്ങനെ കാണുമെന്നാണ്. ഒ ബി സിയും എത്ര തന്നെ? 40 ഡിഗ്രി തന്നെ. കാരണം എന്താണ്? ട്രയാങ്കിൾ ഒ സി ബി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതിന് കാരണം എന്താണ്? ഒ സി ഇസ് ഈക്വൽ ടു ഒ ബി. ഒ സിയും ഒ ബിയും ഈക്വൽ ആണ്. അതിന് കാരണം എന്താണ്? റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. ഒ സി ഇസ് ഈക്വൽ ടു ഒ ബി, റീസൺ റേഡിയ ഓഫ് ദി സെയിം സർക്കിൾ. Therefore triangle OBC is an isosceles triangle. Base angles of an isosceles triangle are equal, so we can say that angle C is equal to angle B is equal to 40 degrees. So these two angles are equal. കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഒ സി ബിയും ഒ ബി സിയും ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതില് ഈ ഫിഗർ നോക്കുക. ഇഫ് ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി, ഇഫ് ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി, ഫൈൻഡ് ആംഗിൾ ഒ സി എ ആൻഡ് ആംഗിൾ ഒ എ സി. കണ്ടോ, അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ദെയർ. 2 ഐസോസെലസ് ട്രയാങ്കിളുകൾ കാണുന്നുണ്ട്. കൂടാതെ വേറെ എന്ത് കാണുന്നുണ്ട്? അവിടെ ഒരു ആംഗിളിനെ സെമി സർക്കിൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നില് എ ബി ഇസ് എ ഡയമീറ്റർ എന്നോ ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്നോ ഒക്കെ തരും കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം. ഒ ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എ ബി ഇസ് എ ഡയമീറ്റർ അല്ലെങ്കിൽ എ ബി ഇസ് എ ഡയമീറ്റർ എന്ന് തരും. നമുക്ക് ചോദ്യത്തിൽ ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. എവിടെ ബി ഒ സി? ബി ഒ സി ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഇത് 120 ഡിഗ്രി. അത് 120 ആയാലും നമുക്ക് എവിടെയൊക്കെ പോകാമെന്ന് പറയാമോ? എവിടെയൊക്കെ പോകാം? ഇത് 120 ആണെങ്കിൽ ഉടനെ ഇവിടെ പോകാം 60. റീസൺ എന്താണ്? ലീനിയർ പെയർ ആയതുകൊണ്ട് 60. ഇനി ഇത് 60 ആയതുകൊണ്ട് ഇത് 60, ഇതും 60. എങ്ങനെ കിട്ടി? 180ൽ നിന്ന് 60 കുറച്ചപ്പോൾ 120 പകുതി എടുത്തു കഴിഞ്ഞപ്പോൾ 60. നമ്മുടെ ആൻസർ ആയോ? ഒ സി എ കാണാൻ പറഞ്ഞു, ഒ സി എ. ഒ എ സി കാണാൻ പറഞ്ഞു, ഒ എ സിയും കാണാം.
ഓക്കെ, ആൻസറേ. അപ്പം നമുക്ക് എഴുതാം ആംഗിൾ BOC is equal to 120 degree. Therefore, angle AOC is equal to 180 minus 120, 60 degree. അവിടെ റീസൺ എഴുതണേ. എന്താ റീസൺ? ലീനിയർ പെയർ. Sum of two adjacent angles 180 degree linear pair. So this angle is equal to 180 minus 120, 60 degree. മനസ്സിലായല്ലോ. ഇനി ഈ രണ്ട് ആംഗിളും കാണാനാണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ OCAയും OACയും ആംഗിൾ OCAയും ആംഗിൾ OACയും സെയിം ആണ്. എങ്ങനെയാണ് 180യിൽ നിന്ന് 60 കുറച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. കണ്ടോ, 180യിൽ നിന്ന് 60 കുറച്ചാൽ എത്രയാണ്? 120. 120യുടെ പകുതി എടുത്താൽ 60. സോ ദിസ് ആംഗിൾ ഈസ് 60, ഇത് 60. സോ ദിസ് ട്രയാംഗിൾ ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാംഗിൾ. പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ ചെയ്യാം. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ആംഗിൾസ് ഫോംഡ് ഇൻ ട്രയാംഗിൾ BPD എന്ന് പറയുന്ന ട്രയാംഗിൾ ഇതാണ്. അതിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ടു ട്രയാംഗിൾ ACP. ട്രയാംഗിൾ ACP എന്ന് പറയുന്ന ഈ ട്രയാംഗിള്, ആ ട്രയാംഗിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ACPക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ CAPക്കും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് കാണുക എന്ന ചോദ്യം. ആംഗിൾ ACPക്ക് ഈക്വലായ ആംഗിൾ ഏത്? ആംഗിൾ CAPക്ക് ഈക്വലായ ആംഗിൾ ഏത് എന്ന ചോദ്യം. ഏത് ട്രയാംഗിളില്? BPD എന്ന് പറയുന്ന BPD ട്രയാംഗിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ACP എങ്ങനെ വരും? ACP എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് പറയാം ACP. ഇതാണ് ഈ ആംഗിൾ. കണ്ടോ, ACP എന്ന് പറഞ്ഞാൽ ACP എന്നും പറയാം, ACD എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ACD എന്ന് പറയാം. ACD എന്തിന് ഈക്വലാണ്? ACD ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ സെയിം ആകത്ത വിധത്തിൽ പറഞ്ഞാൽ മതി. ACD എന്നത് ABDക്ക് ഈക്വലാണ്. ACD ഈസ് ഈക്വൽ ടു ABD. കണ്ടോ, ABD. ഇനി അത് ഈ ട്രയാംഗിളിലെ ഏതെന്ന ചോദ്യം. അതുകൊണ്ട് ABD എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടി കറക്റ്റ് ആയിരിക്കും എന്താ? PBD എന്ന് പറയുന്നത്. ആംഗിൾ PBD എന്ന് പറയുന്നതാണ് കുറെ കൂടി ശരി. കണ്ടോ, ഈ ട്രയാംഗിളിൽ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആംഗിൾ ACP അതായത് ACD ആണ്, ABDക്ക് തുല്യമാണ്, അതായത് PBDക്ക് തുല്യമാണ്. ഒന്നാമത്. രണ്ടാമത് ആംഗിൾ CAP എവിടെയാ? CAP എന്നതിനെ നമുക്ക് CAB എന്ന് വിളിക്കാം. ശരിയല്ലേ? CAB എന്ന് വിളിക്കാം. CAP എന്നതിനെ CAB എന്ന് വിളിക്കാം. CAB ഇസ് ഈക്വൽ ടു എന്താണ്? CDB ആണ് അല്ലേ? ആംഗിൾ ദ സെയിം സെഗ്മെന്റ്. ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ CAP എന്നത് CAB ആണ്, CAB എന്നത് CDB ആണ്, CDB എന്നത് PDB ആണ്. ആംഗിൾ PDB. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്താണ് ഇവിടുത്തെ റീസൺ? രണ്ടിനും എഴുതേണ്ട റീസൺ എന്താണ്? ആംഗിൾ ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ? 7 ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. എല്ലാവരും കുറെ കൂടിയൊക്കെ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ചെയ്ത് നോക്കുക. എല്ലാവരും നോട്ടിൽ തീർച്ചയായിട്ടും ഇതെല്ലാം എഴുതിയിട്ടുണ്ടാകണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 3 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം.